നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ആണ്ട് ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 2026 എന്ന വർഷത്തിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. 2026 എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോരോ നക്ഷത്രക്കാരുടെ പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് മകൻ നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ ഒന്ന് വിലയിരുത്താം. മകൻ നക്ഷത്രക്കാർക്ക് വ്യാഴം 11ലും 12ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനി അഷ്ടമത്തിലും രാഹു 7ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ജീവിത വിജയത്തിന് കുറച്ചൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണുള്ളത്. എന്നാൽ പല സമ്മർദ്ദങ്ങളെയും പ്രതിസന്ധികളെയും കൂടി അഭിമുഖീകരിക്കേണ്ട സ്ഥിതിയും ഉണ്ടാകും. ചിരകാല അഭിലാഷങ്ങളൊക്കെ സാധിക്കുന്നതാണ്. സാമ്പത്തിക വളർച്ചയുടെ പാതയിലേക്ക് മകൻ നക്ഷത്രക്കാർ നടന്നെടുക്കുന്നതാണ്. സമൂഹത്തിൽ ബഹുമാന്യരായിട്ടുള്ള വ്യക്തികൾ പിന്തുണയ്ക്കുന്നതാണ്. ആസൂത്രണം ചെയ്ത സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. തൊഴിൽ തേടുന്ന ചെറുപ്പക്കാർക്ക് നല്ല ശമ്പളത്തോടു കൂടിയ ജോലി ലഭിക്കുന്നതാണ്. ഫ്ളാറ്റ് വാങ്ങുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ആഡംബര വാഹനം വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വേണ്ടപ്പെട്ടവരുടെ സാമ്പത്തിക സഹായമൊക്കെ കൈവരുന്നതാണ്. പ്രണയകാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാം. ദാമ്പത്യ ജീവിതവും സുഖകരമാകുന്നതാണ്. തൊഴിൽപരമായിട്ടോ മറ്റു കാരണങ്ങളാലോ ഭാര്യ ഭർത്താക്കന്മാർ രണ്ട് ദിക്കുകളിൽ കഴിയുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. പൊതുവെ മകൻ നക്ഷത്രക്കാർക്ക് വർഷാദ്യത്തിൽ സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. സന്താനങ്ങളുടെ ഉയർച്ചയും മകൻ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. കൂടാതെ വിവാഹാലോചനകളൊക്കെ നടക്കുന്ന മകൻ നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള വർഷമാണ് 2026. വർഷത്തിന്റെ പകുതിക്ക് ശേഷം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മകൻ നക്ഷത്രക്കാർക്ക് വളരെ ആശ്വാസം ഉണ്ടാകുന്നതാണ്. രോഗശമനം ഉണ്ടാകുന്നതാണ്. കൂടാതെ വീട്, വാഹനം എന്നീ കാര്യങ്ങൾക്ക് വർഷത്തിന്റെ രണ്ടാം പകുതിയാണ് അനുകൂലമായിട്ടുള്ള സമയം. ഇനി നമുക്ക് മകൻ നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിശോധിക്കാം. മകൻ നക്ഷത്രക്കാർ ജനിക്കുന്നത് കേതുർദശയിലാണ്. ഏകദേശം 3 വയസ്സ് വരെ കേതുർദശ എന്ന് കണക്ക് കൂട്ടാം. അതിനുശേഷം ഏകദേശം 23 വയസ്സ് വരെ ശുക്രദശയും, ഏകദേശം 29 വയസ്സ് വരെ സൂര്യദശയും, ഏകദേശം 39 വയസ്സ് വരെ ചന്ദ്രദശയും, ഏകദേശം 46 വയസ്സ് വരെ ചൊവ്വാദശയും, ഏകദേശം 64 വയസ്സ് വരെ രാഹുർദശയും, ഏകദേശം 80 വയസ്സ് വരെ വ്യാഴദശയുമാണ്. ഈ പുതുവർഷത്തിൽ ശുക്രദശ, ചന്ദ്രദശ, രാഹുർദശ എന്നീ ദശാകാലങ്ങളൊക്കെ ഉള്ളവർക്ക് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. മറ്റ് ദശാകാലങ്ങളിൽ കഴിയുന്നവർ അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പരിഹാര കാര്യങ്ങളെ ചെയ്യുക. എല്ലാ മകൻ നക്ഷത്രക്കാർക്കും വളരെ നല്ലൊരു വർഷമാകട്ടെ 2026 എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ജ്യോതിഷം തുടങ്ങിയ എല്ലാ ഭാരതീയ ശാസ്ത്രങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.